ഞാൻ സിസ്റ്റർ തെരേസ CSM കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 2023 ഞാൻ ഈ കോൺവെൻറ്റിലോട്ട് കളമശ്ശേരിയിലോട്ട് എനിക്ക് ട്രാൻസ്ഫറായിട്ട് ഞാൻ വന്നു. ആ കോൺവെൻ്റ് ആണെങ്കിൽ ഒരു റബ്ബർ തോട്ടത്തിലായിരിക്കണത്. അപ്പോൾ അവിടെ ഒത്തിരി പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഈ പാമ്പെന്ന് പറയണത് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഈ റെക്കോർഡ് ജപമാല റോഡുകളിലും പറമ്പിലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പാമ്പിനെ പിന്നെ അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ എനിക്കും ആ പാമ്പ് എന്നുള്ള ഭയം എന്നിൽ നിന്ന് മാറിപ്പോയി. കോൺവെന്റിൽ ഭയങ്കര എലിശല്യമായിരുന്നു. അപ്പോൾ ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് കുറേ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇപ്പോൾ എലിനെ കാണാനില്ല. അടുത്ത സാക്ഷ്യം എനിക്ക് എൻ്റെ ബ്രദറിനോട് പറ്റിയാണ് സാക്ഷ്യം പറയാനുള്ളത്. എൻ്റെ ബ്രദറ് കുറച്ച് വർഷങ്ങളായിട്ട് ഈശോയിൽ നിന്നെല്ലാം അകന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ഒരവസ്ഥയിലൂടെ പോയായിരുന്നു. അപ്പോൾ ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അത്ഭുത ജപമാല ഞാൻ 2022 മുതൽ ഏത് കറക്റ്റ് ഡേറ്റ് മാസം ഓർക്കുന്നില്ല. ഞാൻ ഈ 4 വർഷം ഞാനിങ്ങനെ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു സഹോദരന് വേണ്ടി. പക്ഷേ മനുഷ്യന് ഇടപെടാൻ പറ്റൂല, ദൈവം മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ഭയങ്കര ശാന്തനാകാൻ തുടങ്ങി. പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ മാറാൻ തുടങ്ങി. അങ്ങനെ ഈ കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 2025 ഞാൻ ഇവിടേക്ക് ഒരു ദിവസം ഇടയ്ക്ക് എന്നോട് വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവനോട് പറഞ്ഞു, ഞാനിങ്ങനെ എൽ റൂഹ എന്ന് പറഞ്ഞ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുന്നുണ്ട് കോഴിക്കോട്, നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ യാതൊരു മടിയും കൂടാണ്ട് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരനും കൂടി 2026 ജനുവരിയിൽ ഇവിടെ വന്ന്. പക്ഷേ എൻ്റെ സഹോദരൻ്റെ വളരെ ശാരീരികമായും മാനസികമായിട്ടും വളരെ മോശമായ അവസ്ഥയിലൂടെയായിരുന്നു അവൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ആദ്യം വന്നിട്ട് ഇവിടുത്തെ വലിയ ഈശോയുടെ കാൽക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ പറയണത് ഈ മണ്ണിൽ കണ്ട് കാലുകുത്തി ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാലുകുത്തിയ ആ നിമിഷം മുതൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കര വ്യത്യാസം, എന്തോ ഊർജം കിട്ടിയ പോലെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സഹനപാതയിൽ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവിടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് വലിയ മാതാവ്. അപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് പറയണം, നമുക്ക് എന്ത് ഭംഗിയാണ് മാതാവിനെ കാണാൻ, രാജ്ഞിയാണല്ലേ മാതാവ്. അങ്ങനെ മാതാവിനെ പറ്റി ഭയങ്കര നല്ല വാക്കുകൾ പറയാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അവന് വയറ് അപ്സെറ്റാണൊരു അസുഖം ഉണ്ടായിരുന്നു. അത് 26 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഞ്ഞി കുടിച്ച ശേഷം ഇവിടുത്തെ എല്ലാ ഭക്ഷണം അന്നത്തെ കഴിച്ചു. അതിനുശേഷം വീട്ടിൽ പോയിട്ട് പിന്നെ എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോന്നു. പിന്നെ ഇവിടെ നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഇപ്പോൾ വളരെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകനായിട്ട് തിരിച്ചു വന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത് എന്തൊരു വലിയ സാക്ഷ്യം കേട്ടെ. 4 വർഷമായി തൻ്റെ സഹോദരൻ ഇങ്ങനെ വിശ്വാസം നകന്നു പോയൊരു സഹോദരൻ, വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സഹോദരന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചു. സിസ്റ്റർക്ക് മനസ്സിലായി അച്ഛന്മാരൊന്നും കണ്ടിട്ട് കാര്യമില്ല, ആരും മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അവൻ ഭയങ്കര ഈശോയോടും മാതാവിനോടും അന്തരീക്ഷനോടും ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ എങ്ങനെയോ എപ്പോഴും വഴിമാറിപ്പോയതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എത്രയോ വലിയ മാതൃകയാണ് സിസ്റ്ററുടെ ആ ഒരു കണ്ടോ. ഈ മോണിക്ക പുണ്യവതി ചെയ്ത പോലെ മോണിക്ക പുണ്യവതി 15 വർഷമാണ് തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതേ. ഈ സിസ്റ്റർ തെരേസ സിസ്റ്റർ എത്ര വർഷം പ്രാർത്ഥിച്ചത് ആരെങ്കിലും ശ്രദ്ധിച്ചാ? അതല്ല, ശ്രദ്ധിച്ചു. ഒരു 4 വർഷം പ്രാർത്ഥിച്ചു സഹോദരന് വേണ്ടി. എങ്ങനെ പ്രാർത്ഥിച്ചു? അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയോഗിച്ച് 2 വർഷം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വന്നെന്ന് പറഞ്ഞേ? വ്യത്യാസം കാണിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് 2 വർഷം പ്രാർത്ഥിച്ചപ്പോൾ. 4 വർഷം പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഒരു ആട്ടിൻകുട്ടിയുടെ വലോടിക്ക് വന്നു. പിന്നെ എല്ലാം വളരെ ദൈവികമായിട്ട് എല്ലാം മനസ്സിലാക്കാൻ അവൻ തുറന്ന് കുമ്പസാരിച്ചത്. അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഉണ്ടോ? ഈ 4 വർഷത്തെ എല്ലാ ദിവസവും ഞാൻ റെക്കോർഡ് ജപമാല ചൊല്ലി കാഴ്ചവെക്കുമായിരുന്നു. അതുപോലെ തന്നെ 33 വിശ്വാസ പ്രമാണം, 33 ബന്ധന പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഓക്കെ, കരം കടിച്ച് നമുക്ക് നന്ദി പറയാം.